ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ 4 പേരെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് ആകാം വീടിന് തീപിടിക്കാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. ജോസൽ സെബാസ്റ്റ്യൻ വിവരങ്ങൾ നൽകാനുണ്ട്. ജോസൽ, ഫോറൻസിക് സംഘത്തിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധന എങ്ങനെ തുടരുന്നു? പ്രാഥമികമായ നിഗമനം ഷോർട്ട് സർക്യൂട്ട് ആകാം, മറ്റൊരു ദുരൂഹതയുമില്ല എന്ന നിഗമനം അന്തിമമാണോ? അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് വീട് കത്തി നശിച്ചതായി നാട്ടുകാർ കണ്ടെത്തിയത്. കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പടിഞ്ഞാലിലാണ് സംഭവം. കൊമ്പടിഞ്ഞാൽ തെള്ളിപ്പടവിൽ അനീഷിന്റെ ഭാര്യ ശുഭയുടെ മാതാവ് പൊന്നമ്മയും 2 മക്കളുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. കോവിഡ് ബാധിച്ച് അനീഷ് നേരത്തെ മരണപ്പെട്ടിരുന്നു. ഓടുമേഞ്ഞ ഒരു വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ഈ വീട് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇളയ കുട്ടി 5 വയസ്സുള്ള അഭിനവിനെ നാട്ടുകാർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. വീടിനുള്ളിൽ മറ്റു മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. നാട്ടുകാർ ഈ ഇളയ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ മാത്രമാണ് സാധിച്ചത്. മറ്റ് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ തീപിടുത്തത്തിൽ അവശേഷിച്ചിരുന്നത് മൃതദേഹത്തിന്റെ. ഏതായാലും ഡിവൈഎസ്പി അടക്കമുള്ള അതുപോലെ SP അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഈ ആദ്യം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ എന്നുള്ളതാണ് ആദ്യം സംശയിച്ചിരുന്നത്. എന്നാൽ ഗ്യാസ് സിലിണ്ടറിന് മറ്റ് കേടുപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഏതായാലും വീട് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്ന മറ്റു 3 പേരുടെയും ചില ശരീര അവശിഷ്ടങ്ങൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ഒരു കുട്ടിയെ മാത്രമാണ് പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കാനെങ്കിലും സാധിച്ചത്. അന്ന